92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിന് തുടക്കമായി. മന്ത്രി MP രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5-ന് തീർത്ഥാടനം അവസാനിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ അഷ്ടപദങ്ങളെ മുൻനിർത്തിയാണ് ശിവഗിരി തീർത്ഥാടനം നടക്കാറുള്ളത്. 92 വർഷമായി ശിവഗിരിയിലേക്ക് നിരവധി പേരാണ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഈ വർഷത്തെ തീർത്ഥാടന സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ പേരിൽ അസഹിഷ്ണുത പ്രചരിപ്പിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണെന്ന് MP രാജേഷ് പറഞ്ഞു. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ കേരള സമൂഹത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയയാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുക. ശ്രീനാരായണ ഗുരു നിർവഹിച്ച ആ ശിലാസ്ഥാപനത്തിന്റെ ഉറച്ച ദൃഢമായ അടിത്തറയിലാണ് കേരളം ഇന്ന് ഇന്ത്യക്കാകെ മാതൃകയായ ഒരു സംസ്ഥാനമായി പ്രദേശമായി മാറിത്തീർന്നിട്ടുള്ളത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷത വഹിച്ചു. ഞങ്ങൾ ജനലക്ഷങ്ങൾ ഗുരുവിനോടൊപ്പമുണ്ട് എന്ന് ഭക്തജനങ്ങൾ ഗുരുവിനോട് അഭ്യർത്ഥിച്ചതിനെ അർത്ഥവത്താക്കിക്കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഒരു വലിയ പ്രസ്ഥാനമായി ശിവഗിരി തീർത്ഥാടനം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അടൂർ പ്രകാശ് MP, രമേശ് ചെന്നിത്തല MLA, വി ജോയ് MLA അടക്കം നിരവധി പ്രമുഖർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം, ശാസ്ത്ര സാങ്കേതിക സമ്മേളനം എന്നിവയും നടന്നു. നാളെ നടക്കുന്ന തീർത്ഥാടന മഹാസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 5-നാണ് ശിവഗിരി തീർത്ഥാടനത്തിന് സമാപനമാവുക. മീഡിയ 1, തിരുവനന്തപുരം.